എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഓണം എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ഇതാ ഇവിടെ ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, ദ കോമ്പൗണ്ട് ബിലോങ്സ് ടു ഏതിൽ വരുന്നതാണ്? ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ? ഏതാണ് വരുന്നത്? ദാ ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഏതിലാണ് വരുന്നത്? ആൽക്കീനിലാണ് ഇത് വരുന്നത്. ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പറിങ് കൊടുക്കണം. നമുക്കറിയാം നമ്പറിങ് കൊടുക്കുമ്പോൾ അതിന്റെ ബോണ്ട് ഉള്ളിടത്ത് വേണം ലോവസ്റ്റ് നമ്പർ വരാൻ. അപ്പൊ ഇതാ നോക്കി ഇങ്ങനെ കൊടുക്കണം. 1 2 3 4 5 ഈ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ നോക്കിയേ, രണ്ടാമത്തെ അല്ലെ ഡബിൾ ബോണ്ട് വന്ന് രണ്ടാമത്തെ ഇതിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 അല്ലേ. അപ്പൊ ഏത് വരും? വേർഡ് റൂട്ട് പെന്റ് വരും. അപ്പൊ എന്റെ IUPAC നെയിം എങ്ങനെയാണ് വരുന്നത്? പെന്റ് 2E അല്ലെ. പെന്റ് 2E എന്നാണ് ഇതിന്റെ IUPAC നെയിം. അടുത്ത നോക്കുക, ചൂസ് എ കറക്റ്റ് മെത്തേഡ് ഓഫ് നമ്പറിംഗ്. നമ്പറിംഗ് കൊടുക്കുന്നതിന്റെ കറക്റ്റ് മെത്തേഡ്. നമ്പറിംഗ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ബ്രാഞ്ചസിന് എങ്ങനെയാണ്? ബ്രാഞ്ചസിന് ലോവസ്റ്റ് നമ്പറും വരണം അല്ലെ. ലോങ്സ്റ്റ് കാർബണാറ്റുള്ള ചെയിൻ കണ്ടുപിടിക്കണം. ഇവിടെ ആദ്യത്തെ നോക്കിയേ, നമ്പറിങ് കൊടുത്തിട്ട് നോക്കിയേ, ഇവിടെ 5 കാർബണാറ്റ് 5 എണ്ണം വന്നിട്ടുണ്ട്. പക്ഷെ 6 വരാം അല്ലേ. ഇത് ഇവിടെ തെറ്റാണ്. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ എന്തായാലും തെറ്റാണ്, കാരണം താഴോട്ട് കൊടുക്കാം അല്ലേ. ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ, മൂന്നാമത്തെ കേസിൽ ഇതാ ഇങ്ങനെ ബ്രാഞ്ച് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് അല്ലെ. 6 കാർബണാറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കാം. പിന്നെ പക്ഷെ ഒരു കാര്യം നോക്കണം, നമ്മുടെ ബ്രാഞ്ച് വരുന്ന ലോവസ്റ്റ് നമ്പർ അല്ല, പക്ഷെ ഇവിടെ ബ്രാഞ്ച് വന്നിട്ടാണ് വന്നതല്ലേ. അപ്പൊ നമുക്ക് ഈ രീതിയിൽ കൊടുക്കാമല്ലോ. 1 2 3 4 5 6 ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത് ലോവസ്റ്റ്, അതായത് 3Aലാണ് വന്നത്. ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത് 4Aലാണ് വന്നല്ലേ. അപ്പൊ കറക്റ്റ് ഏതാണ്? ഇതാണ് കറക്റ്റ്. നമ്പറിങ് കൊടുക്കേണ്ട കറക്റ്റ് മെത്തേഡ് ഇങ്ങനെയാണ്. ലോങ്സ്റ്റ് കാർബണാറ്റുള്ള ലോങ്സ്റ്റ് ചെയിൻ നോക്കുക. പിന്നെ എന്താണ്? ബ്രാഞ്ചിൽ ലോവസ്റ്റ് നമ്പർ വരണം കേട്ടോ. അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് കണ്ടെയ്ൻ ഓർഗാനിക് ആസിഡ്സ്. നമുക്കറിയാം മിക്ക ഫ്രൂട്ട്സിലും ഓർഗാനിക് ആസിഡ്സ് ഉണ്ട്. വാട്ട് ഇസ് ദ നെയിം ഓഫ് 5 to 8% ഓഫ് എഥനോയിക് ആസിഡ്? 5 തൊട്ട് 8% വരെയുള്ള എഥനോയിക് ആസിഡിനെ നമ്മൾ എന്താണ് പറയുന്നത്? വിനീഗർ അല്ലേ. ഏതാണ്? വിനീഗർ എന്നാണ് പറയുന്നത് അല്ലേ. വിനീഗർ ആണ് 5 to 8% ഓഫ് എഥനോയിക് ആസിഡ്. ഹൗ ക്യാൻ ദിസ് പ്രിപ്പയർഡ്? അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എഥനോളിനെ അല്ലേ. എഥനോളിനെ എങ്ങനെയാണ് ഫെർമെന്റേഷൻ നടത്തും? ദ പ്രസൻസ് ഓഫ് എന്നാണ് എയർ യൂസിങ് എ അസറ്റോബാക്ടർ അല്ലെ. ബാക്ടീരിയ, അസറ്റോബാക്ടർ എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് എഥനോളിനെ ഫെർമെന്റേഷൻ നടക്കും. ദ പ്രസൻസ് ഓഫ് എയർ, അങ്ങനെയാണ് നിർമ്മിക്കുന്നത്. ഇനി റൈറ്റ് ഡൗൺ എനി 2 യൂസസ് ഓഫ് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡിന്റെ യൂസസ് അല്ലേ. നമുക്ക് വിനീഗർ ഉണ്ടാക്കുന്നു എന്ന് പറയാം. പിന്നെ എന്താണ്? മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് തന്നെ ആൻസർ എഴുതുക കേട്ടോ. അതവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. 5 to 8% എഥനോയിക് ആസിഡ് എന്ന് വെച്ചാൽ വിനീഗർ ആണ്. വിനീഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വിനീഗർ ഈസ് ഒബ്റ്റൈൻഡ് വെൻ എഥനോൾ ഈസ് സബ്ജക്ട് ടു ഫെർമെന്റേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ യൂസിങ് എ ബാക്ടീരിയ അസറ്റോബാക്ടർ അല്ലെ. അസറ്റോബാക്ടർ എന്നൊരു ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് ഫെർമെന്റേഷൻ നടക്കും ഇൻ ദ പ്രസൻസ് ഓഫ് എയർ അല്ലെ. ഏതിനെ ഫെർമെന്റേഷൻ നടത്തുന്നു? എഥനോളിനെ. ഇനി അതിന്റെ യൂസസ് ഏതെങ്കിലും എഴുതോട്ടെ. ഏതെങ്കിലും 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാനുഫാക്ചർ ഓഫ് വിനെഗർ, പ്രൊഡക്ഷൻ ഓഫ് അസറ്റിക് ആൻഹൈഡ്രൈഡ്, അസറ്റേറ്റ് അതൊക്കെ എഴുതാം. സോൾവെന്റ് ഓഫ് പോളിമേഴ്സ് ആൻഡ് റസൈൻസ്, മാനുഫാക്ചർ ഓഫ് ഡിസിൻഫെക്ട്സ്, അതുപോലെ തന്നെ മാനുഫാക്ചർ ഓഫ് മെഡിസിൻസ്. ഏതെങ്കിലും 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ. നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിന്റെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മെയിൻ ചെയിൻ എങ്ങനെയാണ്? ലോങ്സ്റ്റ് ചെയിൻ നേരെ തന്നെ വരും. അപ്പം നേരെ തന്നെ വരുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? എത്ര കാർബൺ ആറ്റം വരും? 6 കാർബൺ ആറ്റം വരും അല്ലേ. അപ്പൊ 6 കാർബൺ ആറ്റം ഉണ്ട് ഈ ഒരു ചെയിനിൽ. റൈറ്റ് ദ പൊസിഷൻ നമ്പേഴ്സ് ഓഫ് ബ്രാഞ്ചസ് ഇൻ ചെയിൻ. ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ചെയിനിലെ ബ്രാഞ്ചസിന്റെ പൊസിഷൻ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് നമ്പറിങ് കൊടുക്കുന്നത്? ഇങ്ങനെ കൊടുക്കണം അല്ലേ. 1 2 3 4 5 6 ഈ രീതിയിൽ വേണം നമുക്ക് നമ്പറിങ് കൊടുക്കാൻ. കാരണം എന്താണ്? ബ്രാഞ്ചസിന് ലോവസ്റ്റ് നമ്പർ വരണം ഇല്ലേ. അപ്പൊ ഏതിലൊക്കെയാണ് വന്നിരിക്കുന്നത് ബ്രാഞ്ച്? 2-ലും ഉണ്ട്, അതുപോലെ തന്നെ 3-ലും ഇല്ലേ. 3-ലും 2-ലും എന്താണ് ബ്രാഞ്ചസ് വരുന്നുണ്ട്. അടുത്ത നോക്കിയേ, റൈറ്റ് ദ നെയിം ഓഫ് ദ ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ നെയിം ഏതാണ്? ഇവിടെ വന്നിരിക്കുന്നത്? മീഥ് ഗ്രൂപ്പ് ആണല്ലേ. അപ്പൊ മീഥേല്
ബ്രാഞ്ചിന്റെ പേരെന്താണ്? മീഥൈൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് IPC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിന്റെ പേരെന്താന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത്? 2ലും 3ലും ബ്രാഞ്ച് ഉണ്ട്. അപ്പം 2, 3 ഹൈഫൻ ഇടുക. എത്ര മീഥൈൽ ഉണ്ട്? 2 മീഥൈൽ ഉണ്ടല്ലേ. അപ്പം 2, 3 ഡൈമീഥൈൽ അല്ലേ. 2, 3 ഡൈമീഥൈൽ. 6 കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ വേർഡ് റൂട്ട് അല്ലേ എക്സ് വരും. ദെൻ സഫിക്സ് എയിൻ. അപ്പം 2, 3 ഡൈമീഥൈൽ ഹെക്സൈൻ എന്നാണ് ഇതിന്റെ പേര്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എന്താണ്? 3, 3 ഡൈ ഈഥൈൽ കേട്ടോ. 3, 3 ഡൈ ഈഥൈൽ ഹെക്സൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെക്സൈൻ ആണ്. അപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം വരും ഇല്ല. അപ്പൊ നമ്മൾ ആദ്യമേ 6 കാർബൺ ആറ്റം വരയ്ക്കുക. 6 കാർബൺ ആറ്റം കൊടുത്തു. ബോണ്ടും കൊടുക്കുക കേട്ടോ. ഹെക്സൈൻ ആണ്, അപ്പൊ സിംഗിൾ ബോണ്ട് ആണ്. പിന്നെ 3Al ആണല്ലേ. 3Al എങ്ങനെയാണ്? ഈഥൈൽ ഗ്രൂപ്പ് ആണെന്ന്. ഡൈ ഈഥൈൽ എന്നാണ്. 3, 3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ഇതിൽ ഏതാണ് വരുന്നത്? ഈഥൈൽ ആണ് വരുന്നത് കേട്ടോ. ഈഥൈൽ. അപ്പം CH2 CH3 അല്ലേ. ഇവിടെ 3Al ഇവിടെ ഉണ്ട്. എന്ത് വരും? CH2 CH3. മനസ്സിലായല്ലോ? ബാക്കി ഹൈഡ്രജനും ഫില്ല് ചെയ്യുക കേട്ടോ. അതാ ഇവിടെ CH3 വരും. ഇവിടെ 2 എണ്ണമാണുള്ളത്. അപ്പൊ ഇവിടെ CH2 വരും. ഇവിടെ നോക്കി 1, 2, 3, 4. അപ്പൊ ഇവിടെ ഫില്ലായിട്ടുണ്ട്. ഇവിടെ ഇതുകൊണ്ട് 2 ആണ്. അപ്പൊ CH2 വരും. ഇവിടെയും 2 ആണ്. അത് CH2 വരും. പിന്നെ CH3. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ബി. 2, 2 ഡൈമീഥൈൽ കേട്ടോ. 2, 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈൻ ആകുമ്പോൾ എങ്ങനെയാണ്? 3 കാർബൺ ആറ്റം ഇല്ലേ. 3 കാർബൺ ആറ്റം അവിടെയുണ്ട്. ദെൻ പിന്നെന്താണ്? 2, 2 ഡൈമീഥൈൽ ആണ്. 2വിലാണ് അല്ലേ ഡൈമീഥൈൽ. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ്. ഇതാ ഇവിടെ CH3 വന്നു. ഇവിടെ CH3 വന്നു. ബാക്കി ഇവിടെ എത്രയാണ്? ഇവിടെ ഹൈഡ്രജൻ 3 വരും. ഇവിടെ ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. ദെൻ ഇവിടെ 3 വരും. അപ്പൊ 2, 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഇനി അടുത്തത് സി. 2, 3, 3 ട്രൈമീഥൈൽ പെൻറ്റൈൻ എന്നാണ് വന്നത്. ട്രൈമീഥൈൽ പെൻറ്റൈൻ ആണ്. പെൻറ്റൈൻ ആണ്. പെൻറ്റൈൻ ആകുമ്പോൾ എത്രയാണ്? 5 കാർബൺ ആറ്റം. 5 കാർബൺ ആറ്റം. ഇതാ ഇവിടെ 5 കാർബൺ ആറ്റം വന്നു. സിംഗിൾ ബോണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ബോണ്ട് ഇടണം കേട്ടോ. സിംഗിൾ ബോണ്ട് ഇടുക. പിന്നെ എന്താണ്? ട്രൈമീഥൈൽ 3 മീഥൈൽ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2Al ഒരെണ്ണം ഉണ്ട് അല്ലേ. ഇതാ 2Al ഒരെണ്ണം ഉണ്ട്. പിന്നെ 3Al ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ 3Al ഇതാ ഇവിടെ ഒരെണ്ണം വന്നു. ഇതാ ഇവിടെ ഒരെണ്ണം വന്നു. ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ CH3 വരും. ഇവിടെ 1, 2, 3. അപ്പോൾ ഇവിടെ ഒരു CH വരും ഇല്ലേ. ഇതാ ഇവിടെ എന്താണ്? 1, 2, 3, 4 കംപ്ലീറ്റ് ആയി. ഇവിടെ 2 എണ്ണം ഉള്ളൂ. CH2. ദെൻ ഇവിടെ CH3. മനസ്സിലായല്ലോ? അപ്പം സ്ട്രക്ചറൽ ഫോമിനെ വരയ്ക്കാൻ ചോദ്യം ഇങ്ങോട്ടോ. കൃത്യമായിട്ട് ആദ്യമേ നിങ്ങൾ കാർബൺ ചെയിൻ വരയ്ക്കുക, ബോണ്ട് ഇടുക. പിന്നെ ഏതിനാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നോക്കി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ആർഗൺ വെച്ചിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. 3d5 4s2 is the subshell electronic configuration of an element എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഈ എലമെന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആർഗൺ ആണ് വരുന്നത്. ആർഗണിന്റെ നമുക്കറിയാം 18 ആണ് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1s2. അടുത്തത് 2s2 വരും. ദെൻ അടുത്തത് 2p6 വരും. പിന്നെ ഏതാണ് വരുന്നത്? 3s2 വരും. ദെൻ 3p6. ഇപ്പൊ എത്രയാണ്? ആർഗണിന്റെ ആയില്ലേ. ആർഗണിന്റെ എത്രയാണ് വരുന്നത്? ആർഗണിന്റെ എത്ര വരും? 18 അല്ലേ. ആർഗണിന്റെ 18 ആണ് വരുന്നത്. ഇവിടെ 18 എണ്ണം വന്നു ശരിയല്ലേ. 10, 10, 6, 16, 18 എണ്ണം വന്നു. പിന്നെ അടുത്ത ഏതാണ് അവിടെ കിടക്കുന്നത്? അത് എവിടെ എഴുതുക? 3d5 ദെൻ 4s2. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും ആർഗണിന്റെ കേസിൽ വരും കേട്ടോ. ഇനി അടുത്ത എന്താണ്? നെയിം ദ ബ്ലോക്ക് ടു വിച്ച് ദിസ് എലമെന്റ് ബിലോങ്സ്. ഈ എലമെന്റ് ഏത് ബ്ലോക്കിൽ വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുള്ള ലാസ്റ്റ് സബ്ഷെൽ. ഇവിടെ ലാസ്റ്റ് സബ്ഷെൽ ഏതാണ്? ഇതല്ലേ 3D അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? 3Dയിലാണ് വന്നത്. അപ്പൊ ഏതാണ്? ഇത് ഏത് ബ്ലോക്കിൽ വരുന്നതാണ്? D ബ്ലോക്കിൽ വരുന്നതാണ് അല്ലെ. D ബ്ലോക്ക്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ബ്ലോക്ക് ആണ് കണ്ടുപിടിക്കണമെന്നെങ്കിൽ എങ്ങനെയാണ്? ലാസ്റ്റ് സബ്ഷെല്ലാണ് കേട്ടോ. ലാസ്റ്റ് സബ്ഷെല്ലാണ് നമ്മൾ നോക്കേണ്ടത്. ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് സബ്ഷെല്ല് നോക്കുക. ഇനി പീരീഡ് ആണെങ്കിലോ? പീരീഡ് ആണെങ്കിൽ എങ്ങനെയാണ്? ഹയസ്റ്റ് ഷെൽ നമ്പർ കേട്ടോ. പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ഷെൽ നമ്പറാ നോക്കുക. പീരീഡ് ഹയസ്റ്റ് ഷെൽ നമ്പർ. ഇനി ഗ്രൂപ്പ് ആണെങ്കിലോ?
ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ പി ബ്ലോക്കിലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 12 ഇല്ലേ? 12 പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? ലാസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് എന്താണ് പി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. ഇനി അല്ലാതെ ഡി ബ്ലോക്ക്, ഇത് പി ബ്ലോക്കിലാണ്, ഡി ബ്ലോക്കിലാണെങ്കിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഡി ബ്ലോക്കിലാണെങ്കിൽ ആ ലാസ്റ്റത്തെ ഡിയിലെ മെസ്സിലെ സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടുക കേട്ടോ. ഡിയിലെ ഡി ആൻഡ് എസിലെ എങ്ങനെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഡി ആൻഡ് എസിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഗ്രൂപ്പും കിട്ടും കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കൃത്യമായിട്ട് ഐഡിയ വെച്ച് നിങ്ങൾ വേണം ഇത് കണ്ടുപിടിക്കാൻ. ഇപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കുന്നതാണ് കേട്ടോ. Then next question നോക്കാം. Some atoms or group of atoms responsible for the chemical properties of organic compounds are functional groups. ഇനി which functional group is responsible for the chemical properties of alcohol? ആൽക്കഹോൾ ഉണ്ടല്ലോ, ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഏതാണ് വരുന്നത്? ആൽക്കഹോൾ വരുമ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണല്ലേ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് വരുന്നത്. അതായത് ഹൈഡ്രോക്സിൽ എന്ന് പറയുമ്പോൾ OH ആണ് വരുന്നത്. മനസ്സിലാവുന്നല്ലോ, OH ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ഇനി അടുത്തത്, നെയിം ദ ആൽക്കഹോൾ വിച്ച് ഹാവ് ഓൺലി 1 കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റം ഉള്ള ആൽക്കഹോൾ ഏതാണ്? ഒരു കാർബൺ ആറ്റം ഉള്ളതെന്ന് പറയുമ്പോൾ CH3OH വരും. ഏതാണ് വരുന്നത്? മെഥനോൾ. മനസ്സിലായല്ലോ. ഇനി അടുത്തത് സി, റൈറ്റ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ വിനീഗർ. വിനീഗറിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് വന്നിരിക്കുന്നത്? COH എന്ന് പറയുമ്പോൾ ഏതാണ്? കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ് അല്ലേ, കാർബോക്സിലിക് ഗ്രൂപ്പാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ്. സ്ട്രക്ചർ വന്നിട്ടുണ്ട്, IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മളെങ്ങനെ നമ്പർ കൊടുക്കണ്ടേ? അതാ ഈ രീതിയിൽ കൊടുക്കുക അല്ലെ, 1 2 3 4 അല്ലേ. അപ്പൊ 12 ബ്രാഞ്ച് എന്ന് വന്നിരിക്കുന്നത്. ഏതാണ് വന്നിരിക്കുന്നത്? 12 ബ്രോമോ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 12 2 ബ്രോമിൻ വന്നിട്ടുണ്ട്. അപ്പം 2 അല്ലേ, 2 ഡൈബ്രോമോ അല്ലേ, 2 ഡൈബ്രോമോ. ഇതാണ് എത്രയാണ്? 4 കാർബണാറ്റാണ്, അതുകൊണ്ട് ബ്യൂട്ടൈൻ. ഇനി അടുത്തത് നോക്കിയേ, ഇതിനെങ്ങനെയാണ് നമ്പർ കൊടുക്കുന്നത്? ഇതിന് നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം അല്ലേ. ഏറ്റവും ലോവസ്റ്റ് നമ്പർ വരേണ്ടത് ബ്രാഞ്ചിൽ വരണം അല്ലേ. അപ്പൊ നോക്കി ഈ രീതിയിൽ കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ്? 2L ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 3L ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 2 3 2 മീഥൈൽ അല്ലേ, 2 3 ഡൈ മീഥൈൽ എന്ത് വരും? ബ്യൂട്ടൈൻ അല്ലെ. 4 കാർബണാറ്റമാണ് ബ്യൂട്ടൈൻ. ഇനി അടുത്ത CH3COH കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലല്ലേ വരുന്നത്. അപ്പൊ ഏതാണ് വരുന്നത്? അപ്പൊ എന്ത് പറയും? എഥനോയിക് ഗ്രൂപ്പ് ഇല്ലേ, എഥനോയിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. CH3 CH2O CH2 നിന്നു. ഇവിടെ എന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പിന് നമുക്കറിയാം രണ്ട് സൈഡിലും നോക്കണം അല്ലെ. ലോങ്ങസ്റ്റ് കാർബണാറ്റം ഉള്ളത് നമ്മൾ ആൽക്കൈനായിട്ടും മറ്റേത് എന്തായിട്ടാണ് കണക്കാക്കേണ്ടത്? ആൽക്കോക്സി ആയിട്ട് കണക്കാക്കണം. അപ്പൊ ഇവിടെ നോക്കി, ആൽക്കോക്സി വരുമ്പോൾ എത്ര വരും? എതോക്സി എന്ന് വരും അല്ലേ, എതോക്സി. പിന്നെ റൈറ്റ് സൈഡിലെ നോക്കുക, 3 കാർബണാറ്റ് ആണല്ലേ. അപ്പൊ എതോക്സി പ്രൊപ്പൈൻ. ഇനി അടുത്ത് നോക്കിയേ, CH ട്രിപ്പിൾ ബോണ്ട് ആണ് ഇവിടെ വന്ന്. CH ട്രിപ്പിൾ ബോണ്ട് CH3 എന്ന് വന്നു. അപ്പൊ നോക്കിയാൽ 3 കാർബണാറ്റം അവിടെ ഉണ്ട് അല്ലേ. ട്രിപ്പിൾ ബോണ്ട് വന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് പേര് ഇങ്ങനെ കൊടുക്കണം, 1 2 അല്ലെങ്കിൽ നമ്പർ ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. 3 കാർബണാറ്റം ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ്? പ്രൊപ്പ് ഇല്ലേ, പ്രൊപ്പാണ്. ദെൻ YNE. മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കിയേ, നമ്പറിങ് കൊടുക്കണം. അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ കണ്ടുപിടിക്കുക. അതാ ഇങ്ങനെ കൊടുക്കാം, 1 2 3 4 5 6. അപ്പൊ 3L വന്നില്ലേ. 3L ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 4L വരും. അങ്ങനെ എടുക്കാൻ പറ്റൂല, 3L. അപ്പം 3L ഏതാണ്? 3L മീഥൈൽ ആണ് വന്നില്ല. അപ്പൊ 3 മീഥൈൽ എത്രയാണ് വന്ന്? എത്ര കാർബണാറ്റം ഉണ്ട്? 6. അപ്പൊ 3 മീഥൈൽ ഹെക്സൈൻ. അടുത്തത് നോക്കുക, CH3 CH2 CHOH വന്നു. CH3 OH ആണ് വന്നത് അല്ലേ. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? അതാ നോക്കുക, എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. 4 കാർബണാറ്റം. അപ്പൊ ഇങ്ങനെ പേര് കൊടുക്കണം, നമ്പർ കേട്ടോ. നമ്പർ കൊടുക്കുന്ന ഈ ഒരു രീതിയിലാണ് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതിന് ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. അപ്പം 2 ഇല്ലേ, 2L ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നത്. അപ്പൊ എത്ര കാർബണാറ്റം ഉണ്ട്? 4 കാർബണാറ്റം ആണ്. അപ്പൊ എത്രയാണ്? ബ്യൂട്ട് ഇല്ലേ, അതാണ് ബ്യൂട്ടൺ 2 ഓൾ അല്ലേ, ബ്യൂട്ടൺ 2 ഓൾ എന്നാണ് ഇതിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, certain hints or some chemical reactions are given below. കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം.
കാർബൺ മോണോക്സൈഡ് വെൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഗീവ്സ് പ്രൊഡക്റ്റ് എന്നാണ്. കാർബൺ മോണോക്സൈഡ് എന്താണ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പം എന്ത് കിട്ടും? പ്രൊഡക്റ്റ് എ കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അതായത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റ് എ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്? അപ്പൊ എന്താണ് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ്? കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാണ്? ഓർക്കുന്നുണ്ടോ? ഇതാ നോക്കുക. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? CH3OH വരും. അതായത് ഏതാണ് ഇവിടെ കിട്ടുന്നത്? മെഥനോൾ ആണ് കിട്ടുന്നത് അല്ലേ? മെഥനോൾ ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു 2 കൂടെ വരും കേട്ടോ. മെഥനോൾ ആണ് കിട്ടുന്നത്. മനസ്സിലാകുന്നത്? മെഥനോൾ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് മെഥനോൾ ഉണ്ടാക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ചാണ് നമുക്ക് മെഥനോൾ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? മെഥനോൾ ആണല്ലേ? ഇത് മെഥനോൾ ആണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കി. രണ്ടാമത്തെ ഹിന്റ് എന്താണ്? എ റിയാക്ട്സ് വിത്ത് കാർബൺ മോണോക്സൈഡ്. ഈ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി. അത് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് ബി കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് മെഥനോൾ ആണ്. അതായത് CH3OH. അതെങ്ങനെയാണ്? കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ്, അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട് അല്ലേ? ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പൊ നമുക്ക് ബി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ ബി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് ഏതായിരിക്കും ഇവിടെ കിട്ടുന്നത്? കാർബൺ മോണോക്സൈഡ്, അതായത് എയുമായിട്ട്, അതായത് മെഥനോളുമായിട്ട് കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് കിട്ടുന്നത്? മെഥനോള് ദെൻ കാർബൺ മോണോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. നമുക്ക് ഇവിടെ എന്താണ് കിട്ടുന്നത്? CH3COH അല്ലെ? അതാ നോക്കുക. CH3COH ആണ്. അതായത് എന്താണ്? എഥനോയിക് ആസിഡ് അല്ലെ? എഥനോയിക് ആസിഡ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചതാണ്. എഥനോയിക് ആസിഡ് ആണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അടുത്ത് മൂന്നാമത്തെ നോക്കാം. B and A react in the presence of concentrated sulfuric acid to form a compound C with a pleasant smell. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബിയും എയും. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? എഥനോയിക് ആസിഡ് ആണ്. എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെഥനോൾ ആണ് അല്ലേ? അപ്പൊ അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ എന്ത് കിട്ടും? ഒരു കോമ്പൗണ്ട് കിട്ടും. അതായത് പ്ലസന്റ് സ്മെല്ലുള്ള ഒരു കോമ്പൗണ്ട് കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? CH3COH ആണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറഞ്ഞിരിക്കുന്നത് CH3OH. ഇവിടെ നമ്മൾ നോക്കിയേ. അതായത് എഥനോയിക് ആസിഡും ആൽക്കഹോളും അല്ല, മെഥനോൾ എന്ന് വെച്ചാൽ ഒരു ആൽക്കഹോൾ അല്ല. അപ്പൊ അത് റിയാക്ട് ചെയ്ത് നമുക്ക് അവിടെ കിട്ടും. അതായത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പ്ലസന്റ് സ്മെല്ലുള്ള കോമ്പൗണ്ട് ആണ്. അതേതാണ്? ഒരു എസ്റ്റർ അല്ലേ നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്താണ് കിട്ടുന്നത്? ഇതാ നോക്കിയാ CH3, പിന്നെ എന്ത് വരും? CH3COO അല്ലേ? CH3COO. ഇവിടെ ഇവിടം വരെ വരും. പിന്നെ എന്താണ്? ഇവിടുത്തെ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയിട്ട് വാട്ടർ ആവും. പിന്നെ എന്താണ്? CH3 ആണ് മിച്ചം അവിടെയുള്ള CH3. പിന്നെ ഈ ഹൈഡ്രജൻ കൂടെ പോയിട്ട് ഇവിടെ H2O എന്ന് വരും. ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു കോമ്പൗണ്ട് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഏതാണ്? മീഥൈൽ കേട്ടോ. മീഥൈൽ എഥനോയേറ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. മീഥൈൽ, ഇതിന്റെ പേരെന്താണ്? മീഥൈൽ കേട്ടോ. മീഥൈൽ എഥനോയേറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ പഠിച്ചതാണല്ലേ എസ്റ്റർ അല്ലേ? എസ്റ്റർ ആണ് ഇവിടെ കിട്ടുന്നത്. അത് പ്ലസന്റ് സ്മെല്ലുള്ളത് ഏത് തന്നെയാണ്? എസ്റ്റർ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് റിലേറ്റഡ് ടു ഓൾ ദ 3 റിയാക്ഷൻസ്. അത് നമ്മൾ ഓൾറെഡി എഴുതി. ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഓൾറെഡി എഴുതി. കെമിക്കൽ ഈ 3 റിയാക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ്. ഇനി റിയാക്ഷൻ 3 ഈസ് ജനറലി നോൺ ആസ്. റിയാക്ഷൻ 3 എന്ന് വെച്ചാൽ ഇതാണ്. ഇതിന് ഏതാണ് പറയുന്നത്? ജനറലി നമ്മൾ എന്ത് പറയും? എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയും അല്ലേ? എസ്റ്ററിഫിക്കേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഐഡന്റിഫൈസ് A, B and C. A, B, C ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സി ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെഥനോൾ ആണ് അല്ലേ? എ എന്ന് പറഞ്ഞിരിക്കുന്നത് മെഥനോൾ അല്ലേ? ഇനി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഥനോയിക് ആസിഡ് ആണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എഥനോയിക് ആസിഡ് ആണ്. ദെൻ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മീഥൈൽ എഥനോയേറ്റ് ഇല്ലേ? മീഥൈൽ എഥനോയേറ്റ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഈസ് 3s2 3p5. ഒരു എലമെന്റിലെ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പൊ എങ്ങനെയാണ്? 1s2, then 2s2, then 2p6, അടുത്തല്ലേ വരുന്നത് 3s2 3p5 അല്ലേ? ഇനി ബി പാർട്ട് എന്താണ്? ഫൈൻഡ് ദ ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ എത്ര വരും? 6 4 10 15 17 അല്ലേ? ആറ്റോമിക് നമ്പർ 17 വരും. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യൂസിങ് ദ സിംബൽ ഓഫ് നിയറസ്റ്റ് നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസിന്റെ സിംബൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താ നോക്കിയാൽ 10 വരുമ്പോൾ നോബിൾ ഗ്യാസിന്റെ സിംബൽ എഴുതാമല്ലോ. NE അല്ലേ? നിയോണിന്റെ കേസ് എഴുതാം. NE, പിന്നെ ബാക്കി 3s2 3p5. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് 3 ചാപ്റ്ററിലും ഉൾപ്പെടുത്തിയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് പഠിക്കുക, എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കോട്ടോ. ക്വസ്റ്റ്യൻ എഴുതി വെച്ച് തന്നെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യും, അത് മെമ്മറിയിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. പിന്നെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്